ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 5 മണിയാകുന്നു. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് കേരളത്തിലേക്കുള്ള യാത്ര തുടങ്ങുവാണ്. ഇനിയിപ്പം നമ്മൾ ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞാണ് നാട്ടിലേക്ക് പോണേ. ഉറങ്ങിയാണ് ഇരിക്കുന്നത്. സമയം 5 മണിയായിട്ടുണ്ട് സമയം. അപ്പോൾ 5 മണിയാണ് ട്രെയിൻ വരും. അപ്പോൾ നമ്മൾ ട്രെയിനെ കയറി എയർപോർട്ടിൽ ഇറങ്ങാനാണ്. അതിൻ്റെ കുറച്ച് ഷോപ്പ് ഇറങ്ങാനുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് എയർപോർട്ടിലേക്ക് വിടും. ഞങ്ങൾ നാട്ടിൽ പറഞ്ഞിട്ടില്ല വരുന്നുണ്ടെന്നുള്ള കാര്യം. ഞങ്ങൾ ഇവിടെ ഒരു പ്രോഗ്രാമിലാണ്. അപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ചെല്ലുമ്പോൾ അവരുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം. സർപ്രൈസ് ആയിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ അവർ എന്താ അവരുടെ പ്രതികരണം എന്നുള്ളത് നമുക്ക് ചെന്നിട്ട് നോക്കാം. മാറണ്ടേ ഇവിടെ നേരെ ഒരു സ്റ്റോപ്പ് ഇറങ്ങാനുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നേരെ എയർപോർട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് നേരെ കൊച്ചിയിലേക്ക്. വീട്ടിൽ നമ്പറുള്ള കുറച്ച് പേരെ വിളിച്ചു പറയാൻ പോവാണ്. അപ്പോൾ അവരെ വിളിച്ച് അവർക്ക് അറിയത്തില്ല എവിടെയാണെന്ന് അറിയത്തില്ലെന്നാണ് വാട്സപ്പിൽ മെസ്സേജ് ഒക്കെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആക്ച്വലി നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ടയർ വാങ്ങിക്കാൻ പോകണമെന്നാണ് നമ്മൾ വീട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നാളെ വിളിച്ചാൽ കിട്ടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് വിളിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് പേർക്ക് വോയിസ് മെസ്സേജ് അയച്ചു വെച്ചേക്കാം. അവർക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞേക്കാൻ വോയിസ് മെസ്സേജ് അയക്കാം. ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ ചെയ്ത് അകത്ത് കയറി. നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിനകത്ത് കയറി നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഗേറ്റ് നമ്പർ കിട്ടിയേക്കുന്നത് 59 ആണ്. 59ലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ സിഡ്നിൻ്റെ ഒരു കൊച്ചിൻ യാത്ര ഒരു സർപ്രൈസ് വ്ളോഗായിരിക്കും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത്. ഞാൻ ജസ്റ്റ് എയർപോർട്ടിനകമെന്ന് കാണിച്ചത് ഗേറ്റിനകമാണ്. നമ്മൾ ഗേറ്റിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 59 ആണ് നമ്മൾ. നമുക്കിപ്പം 8 മണിക്കൂർ ഇവിടുന്ന് ഫ്ലൈ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് 11 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പം 10:30 ആകുമ്പോൾ ഞങ്ങൾ ബോർഡ് ചെയ്യും. 8 hours ഞങ്ങൾ മലേഷ്യയിൽ ഉണ്ട്. അവിടെ നിന്ന് 2 hours വെയിറ്റിംഗ്. അവിടുന്ന് അറൗണ്ട് 4 hours ടു കൊച്ചിയാണ്. അങ്ങനെയാണ് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ ചാർട്ട് വരുന്നത്. നമ്മുടെ 50ലേക്ക് നമ്മൾ ഗേറ്റ് കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ 59 നമ്മൾ നേരെ ഗേറ്റ് നമ്പർ 50ലേക്ക് പോവാണ്. കമോൺ. അപ്പോൾ നമ്മുടെ ഗേറ്റ് 50 റൈറ്റിലോട്ടാണ്. യെസ്, വി ക്യാൻ ഗോ റൈറ്റ്. വെസ്റ്റേരിയ പ്ലസ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ 50 കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് 50ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ദ വേ ബാക്ക് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ബോർഡിങ് തുടങ്ങി. ഇപ്പോൾ ഓൾറെഡി എനിക്കൊന്ന് 10:30 നമുക്ക് 11 o'clock ഫ്ലൈറ്റ്. ഞങ്ങൾ ഈ ഫ്ലൈറ്റാണ് പെട്ടെന്ന് ബുക്ക് ചെയ്ത ഫ്ലൈറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 2 ദിവസം മുമ്പ് നമ്മൾ ഈ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം. പെട്ടെന്നുള്ളൊരു വിസിറ്റാണ്. യെസ്, അപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് നമ്മൾ പോവാണ്. എൻട്രി കാണിച്ചു തരാം. സീറ്റ് കിട്ടിയോ? This is your seat belt. To fasten, insert the metal tip into the buckle and tighten the belt by pulling on the buckled strap. Clip on the waistband and pull it tight.
അപ്പം നമ്മൾ മലേഷ്യ കൊല്ലംപൂർ എയർപോർട്ടിൽ എത്തി. ഇവിടെ ഒരു 2.5 hours വെയിറ്റിംഗ് ഉണ്ട് അല്ലേ? 3 മണിക്കൂറാണ് വെയിറ്റ് 3 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ കൊച്ചിയെ ഞങ്ങൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ബാക്കി കാണാം. കൊച്ചി എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ ഞങ്ങൾ കോട്ടയത്തേക്ക് വിടുവാണ്. ഇനി ശേഷം കോട്ടയത്ത് വെച്ച് കാണാം. ഇപ്പം ഇവിടെ സമയം രാവിലെ 5:45. ഞങ്ങളിപ്പോൾ കോട്ടയം സ്റ്റാൻഡിൽ നേരെ വീട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അറിയത്തില്ല. ഇന്നലെ വിളിച്ചപ്പോഴും ഞങ്ങൾ അധികം ഫോണൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. മെസ്സേജസാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തിരക്കാണ്, ബിസിയാണ്, അതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും അവരുടെ റിയാക്ഷൻ എങ്ങനെയുണ്ട് നമുക്ക് നേരിട്ട് കാണാം. വീട്ടിലുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് അത് പാസ് ചെയ്തിട്ട് നോക്കും അവർ വീട്ടിലുണ്ടോ ഇല്ലയോ. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞങ്ങൾക്ക് ഏകദേശം 1.5 കൊല്ലം കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത്. ഒരു മാസത്തെ എക്സൈറ്റ്മെന്റ്. സർപ്രൈസ് ആകുമോ എന്നൊന്നും അറിയില്ല. നമുക്ക് മാക്സിമം നോക്കാം. എങ്ങനെ അവരുടെ റിയാക്ഷൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. മുറിയോട്ടമുണ്ട്. നമ്മളങ്ങ് വീട്ടിൽ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ മതിലിൻ്റെ സൈഡ് നിർത്തിയിട്ട് മതിൽ ചാടി ഇവിടെ എത്തിയേക്കുവാണ്. അപ്പം വണ്ടി കൊല്ലം കൂടി വീട്ടിൽ മതിൽ ചാടി വരേണ്ട അവസ്ഥയാണ്. ഇപ്പം നമ്മൾ വീട്ടിൽ എത്തിയിട്ട് വണ്ടിയെല്ലാം ഉണ്ട്. ഇന്ത്യക്ക് മാത്രമില്ല, അത് സർവീസിന് എടുത്തേക്കാം. മമ്മി യോയ്ക്ക് പോയിട്ടില്ല, ഇവർ വീട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് കയറിച്ചില്ല. ഒരു 6:15 6 മണി കഴിഞ്ഞ് 6:30 5:60 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളോട് കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നിങ്ങൾ വിളിച്ചിട്ട് അപ്പോൾ ഒന്നുകൂടെ വിളിച്ചിട്ട് കയറാൻ. അപ്പോൾ എഴുന്നേറ്റും കാണത്തില്ല, പക്ഷെ മുറി വലിയ വെട്ടം കാണുന്നുള്ളൂ. അപ്പം എഴുന്നേറ്റാണ് ചിലപ്പോൾ. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റോടെ വെയിറ്റ് ചെയ്ത് ഷായിലോടെ വെട്ടം വീണിട്ട് കയറാനായിട്ടുള്ള സ്റ്റെപ്പിൽ നിൽക്കുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എക്സൈറ്റഡ് ആണ്. എന്താണെന്ന് അറിയത്തില്ല. ചെല്ലിയല്ലേ കാറ കയറുന്നതില്ലേ. ലൈറ്റ് ഇടണ്ട, നേരെ കയറി കിടന്നു.